പ്രിയ കൂട്ടുകാരെ, ഓറയെ ശക്തമായി അനുഭവിക്കാനും അതിനെ ശക്തമാക്കാനും എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം വെറും ട്രിക്ക് അല്ല, അതൊരു ലൈഫ് സ്റ്റൈൽ മാറ്റമാണ്. നമുക്കതിനെക്കുറിച്ച് നോക്കാം. ആദ്യം ഒരു സത്യവാക്ക്: ഓറയെ ശക്തമാക്കുക എന്നത് പുറത്ത് നിന്ന് എന്തെങ്കിലും കാണിക്കാനല്ല, ഉള്ളിൽ നിന്നുള്ള മാറ്റം സൃഷ്ടിക്കാനാണ് ഓറ ശക്തമാക്കുന്നത്. നമ്മുടെ മനസ്സ്, ചിന്ത, ജീവിത രീതി ഇതെല്ലാം ശരിയായ രീതിയിൽ അലൈനാകുമ്പോൾ ഓറ സ്വയം ശക്തമാകും. മനസ്സ് ശുദ്ധമാക്കുക, ഇതാണ് അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാലും ഓറയുടെ റൂട്ട് നമ്മുടെ മനസ്സ് തന്നെയാണ്. നീ ഉള്ളിൽ അസൂയ, കോപം, ദേഷ്യം, ഭയം ഇവയൊക്കെ നിറഞ്ഞിരുന്നാൽ നിൻ്റെ ഓറ എത്ര ശ്രമിച്ചാലും ഹെവി ആയിരിക്കും. പക്ഷേ നീ ക്ഷമിക്കുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ ഓറ നിൻ്റെ വളരെ ലളിതവും പ്രകാശവുമായിരിക്കും. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക. നമ്മൾ നഗര ജീവിതത്തിൽ ഒതുങ്ങിപ്പോകുമ്പോൾ നമ്മുടെ എനർജി ഡൗണായി പോകും. ചെറിയൊരു മാറ്റം നോക്കൂ, അത് രാവിലെ ചെയ്ത് നോക്കിയാൽ വളരെ എഫക്റ്റീവാകും. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, ചെറു കാറ്റ് തട്ടാനായിരിക്കുക, മരങ്ങൾക്കിടയിലൂടെ നടക്കുക, മണ്ണിൽ കാൽ വെച്ചുകൊണ്ട് വെറുംകാലിൽ നടക്കുക. ഇത് ചെയ്താൽ നിൻ്റെ ശരീരം മാത്രമല്ല നിൻ്റെ ഓറയും റീചാർജ് ആകും. പ്രകൃതി തന്നെ ഒരു വലിയ ചാർജറാണ്, അതറിയുന്നുണ്ടോ? ധ്യാനം ഓറയുടെ സൂപ്പർ പവറാണ്. ധ്യാനം ചെയ്യുന്നത് മൈൻഡ് കാമാക്കാൻ മാത്രമല്ല, ഓറയെ ക്ലീൻ ചെയ്യുവാനും ശക്തമാക്കുവാനുമാണ് കഴിയുന്നത്. ഒരു ദിവസം 10 മുതൽ 15 മിനിറ്റ് വരെ കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചാൽ നിങ്ങൾക്ക് വളരെയേറെ ഓറയെ ശുദ്ധീകരിക്കാൻ കഴിയും. ശ്വാസം ശ്രദ്ധിക്കുക. നല്ല ചിന്തകൾ വളരട്ടെ, അത് വളർന്ന് മറ്റുള്ളവരിലേക്കും കടക്കട്ടെ. ഇത് തുടർന്നാൽ നിൻ്റെ എനർജി ഫീൽഡ് വളരെ സ്റ്റേബിളാകും. നിൻ്റെ പ്രസൻസ് പവർഫുള്ളാവും. നിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറക്കും: വാക്കുകൾക്കും ശക്തിയുണ്ട്. നീ നെഗറ്റീവായി സംസാരിച്ചാൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അത് നിൻ്റെ ഓറയെ ദുർബലമാക്കും. പക്ഷേ നീ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ, പോസിറ്റീവായി സംസാരിക്കുമ്പോൾ നിൻ്റെ ഓറ മറ്റുള്ളവർക്കും ഫീൽ ചെയ്യും. ഭക്ഷണം പോലും ഓറയെ സ്വാധീനിക്കും. അതെ, ഇത് സത്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ എനർജിയെയും ബാധിക്കും. ഫ്രഷായ ഭക്ഷണം, പച്ചക്കറികൾ, പഴങ്ങൾ ഇവ എനർജി നിലനിർത്തും. പക്ഷേ ജങ്ക് ഫുഡ്, ഹെവി ഭക്ഷണം ഇത് ഓറയെ ഡൗൺ ആക്കും. നെഗറ്റീവ് ആളുകളിൽ നിന്ന് പരമാവധി ദൂരം പാലിക്കുക. ഇത് കേൾക്കുമ്പോൾ അല്പം കഠിനമായി തോന്നും, അല്ലെങ്കിൽ ചെയ്യുന്ന കുറച്ച് കഠിനമാവും. പക്ഷെ സത്യം അതാണ്. ചിലർ എനർജി ഡ്രൈനറാണ്. അതായത് ചിലർ വരുമ്പോൾ നമ്മുടെ എനർജി വളരെ ലോ ആകും. ചിലരുടെ അടുത്ത് നിന്നാൽ നമുക്ക് വിഷമം തോന്നും, മോട്ടിവേഷൻ കുറയും. അത് അവരുടെ ഓറയുടെ സ്വാധീനം കൊണ്ടാണ്. അതുകൊണ്ട് അത്തരക്കാരിൽ നിന്ന് ദൂരെ ഇരിക്കുക. പോസിറ്റീവ് ആളുകളെ പരമാവധി അടുത്ത് നിർത്തുക. ശരീരത്തെ കരുതുക. നമ്മൾ പലപ്പോഴും മറക്കുന്നൊരു കാര്യം ശരീരത്തെ കരുതുന്നതാണ്. ഹെവി ബോഡി, അതായത് സ്ട്രോങ് ഓറ. എക്സർസൈസ് ചെയ്യുക, നല്ല ഉറക്കം തുടങ്ങുക, വെള്ളം കൂടുതലായി കുടിക്കുക. ഇതെല്ലാം നിൻ്റെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നതാണ്. ആത്മവിശ്വാസം വളർത്തുക. ഒരാളുടെ, അതായത് ഒരു വ്യക്തിയുടെ ഓറ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്നു എപ്പോൾ? അവൻ അല്ലെങ്കിൽ അവൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ. നീ എനിക്കിത് കഴിയുമെന്ന് വിശ്വസിക്കുമ്പോൾ നിൻ്റെ പ്രസൻസ് തന്നെ മാറും. ഇത് കാണുമ്പോൾ മറ്റുള്ളവരും നിന്നെ റെസ്പെക്റ്റ് ചെയ്യും. ഓറ ശക്തമാകുന്നതിൻ്റെ പ്രധാന ഗുണങ്ങൾ. ഇപ്പോൾ ചോദ്യം: ഇത് ചെയ്താൽ എന്താണ് ഗുണം? ഇതൊക്കെയാണ് ബെനഫിറ്റ്. ആളുകൾ സ്വാഭാവികമായി ആകർഷിക്കും. നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിൻ്റെ പ്രസൻസ് തന്നെ ആളുകൾക്ക് നിൻ്റെ അടുത്ത് വരാൻ തോന്നും. മനസ്സിന് ഒരു വല്ലാത്ത ശാന്തിയായിരിക്കും. ആങ്സൈറ്റി കുറയും, ക്ലാരിറ്റി കൂടും. നിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഒരു കാമായിട്ടുള്ള പവർ ഉണ്ടാകും. വിജയ സാധ്യത വർദ്ധിക്കും. സ്ട്രോങ് ഓറയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റീസ് സ്വാഭാവികമായി കണ്ടെത്താൻ കഴിയും, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് എത്തിത്തുടങ്ങും. കാരണം അവർ കോൺഫിഡൻ്റ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. ബന്ധങ്ങൾ ഏറെ മെച്ചപ്പെടും. നീ പോസിറ്റീവ് ആകുമ്പോൾ നിൻ്റെ ബന്ധങ്ങളും നല്ല ക്ലാരിറ്റിയോടുകൂടി, നല്ല ഹെൽത്തി ആയി കൂടി നിൻ്റെ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. എനർജി ലെവൽ ഉയരും, മോട്ടിവേഷൻ കൂടും. നിനക്ക് എപ്പോഴും ചാർജായിരിക്കുന്നത് പോലെ തോന്നും.
ഓറ എന്നത് പുറത്തു നിന്നുള്ളൊരു മായാജാലമല്ല, നിൻ്റെ ഉള്ളിലെ സത്യത്തിൻ്റെ പ്രതിഫലനമാണ്. നീ നല്ലത് ചിന്തിച്ചാൽ, നല്ലത് ചെയ്താൽ, നിൻ്റെ മനസ്സ് ശുദ്ധമാക്കിയാൽ നിൻ്റെ ഓറ സ്വയം ഷൈൻ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളുടെ ഓറ കാണാനാകുന്നില്ലേ? പ്രശ്നമല്ല. പക്ഷേ ആളുകൾക്ക് നിങ്ങളെ ഫീൽ ചെയ്യാനാകണം. അതിനുവേണ്ടി നല്ല മനസ്സ് വളർത്തൂ, നല്ല ജീവിതം നയിക്കൂ, നിങ്ങളുടെ എനർജി ലെവൽ ഉയർത്തൂ. അപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നിടത്ത് പോലും നിങ്ങളുടെ ഓറയുടെ പ്രകാശം ആളുകൾക്ക് തോന്നും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.